ടോട്ടലായിട്ട് 6.25 സെൻറ്റിൽ ഏകദേശം 2300 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്, പണി പൂർത്തീകരിച്ചിട്ടില്ല. ഈ ഒരു കണ്ടീഷനിൽ നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കുണ്ട്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എടുക്കുന്നവർക്ക് ഇതിൻ്റെ ബാക്കി പണി കണ്ടിന്യൂ ചെയ്ത് നമുക്ക് വീടിൻ്റെ പണി പൂർത്തീകരിച്ച് കയറി താമസിക്കാവുന്നതാണ് കേട്ടോ. വലിയൊരു വീടാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈൻ എലമെൻറ്റ്സൊക്കെ ഉൾപ്പെടുത്തി സ്വന്തം ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം നിർമ്മിച്ചതാണ്. അപ്പോൾ ഇത് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു വീടായി. അപ്പോൾ അവർക്ക് പിന്നീട് അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു കാരണം കൊണ്ട് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർ പ്രോപ്പർട്ടി നേരിട്ട് വന്ന് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കണ്ട് ഉറപ്പുവരുത്തി ബാക്കി പണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. എങ്ങനെയായാലും ഇതിൻ്റെ മേളിൽ ഇനി ഒരു 12-15 ലക്ഷം രൂപയും കണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പണി പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്തെടുക്കാൻ സാധിക്കും. ടോട്ടലായിട്ട് 6.25 സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടവും മുറ്റവും ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ട് തോന്നുന്നുണ്ടാവും. വീടും വലിയൊരു വീടാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം വെമ്പായത്തിന് സമീപമാണ്. വെമ്പായത്ത് നിന്ന് നെടുമങ്ങാട് റൂട്ടിലേക്ക് കുറച്ച് ദൂരം വരുമ്പോൾ മാടനട എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും. അവിടെ വരുമ്പോഴത്തേക്കും ഒരു ഇടതുവശത്തായിട്ട് ഒരു MS ഫാമിൽ, അത് കഴിഞ്ഞ ഉടനെ ഒരു പ്രവാസി തട്ടുകട എന്ന് പറഞ്ഞൊരു തട്ടുകടയെ കാണാം. അത് കഴിഞ്ഞ ഉടനെ ആ തട്ടുകടയോട് ചേർന്ന് തന്നെ ഇതാ ഈ കാണുന്നൊരു വഴി കാണും. ആ വഴി ഏകദേശം ഒരു 200 മീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. നല്ല വീതിയുള്ള റോഡാണ് ഇത് വരുന്നത്. കോൺക്രീറ്റ് റോഡാണ്. ഏകദേശം 5 മീറ്ററോളം വീതിക്കാണ് ഈ റോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മുറ്റം വരുന്നത്. മുൻവശത്തായിട്ട് നമുക്ക് കിണറുണ്ട്. വെള്ളത്തിന് വേറെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല. 2300 സ്ക്വയർ ഫീറ്റ് വരുന്ന അത്യാവശ്യം വലിയൊരു വീടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതായത് അതിൻ്റെ ഏകദേശം എല്ലാ സ്ട്രക്ചറും ഫുള്ളായിട്ടായിട്ടുണ്ട്. പൂശെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള വർക്ക് വരുന്നത് ഫ്ലോറിങ്, ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ്, ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ്, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നമുക്കിനി പെൻഡിങ് ഉള്ളത്. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 നിലയായിട്ട് വരുന്ന രീതിയിലാണ് വീടിൻ്റെ നിർമ്മാണം കേട്ടോ. അത് നമുക്ക് മേളിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് മുറ്റം വരുന്നുണ്ട്. നമുക്ക് 2-3 വണ്ടികൾ നമ്മുടെ മുൻവശത്ത് തന്നെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും. നമുക്കിതാ ഈ കട്ടളെല്ലാം ചെയ്തിട്ടുള്ളത് പ്ലാവിൻ്റെ അടിയിലാണ്. 2 വശവും ഇതുപോലൊരു ജനൽപാളി കൊടുത്തിട്ട് നടുവിലൂടെ വലിയൊരു ഡോർ, ആ രീതിയിലാണ് നമുക്കിതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആയിട്ട് വരും. ഇവിടെ ഈ താഴെ ഇതുപോലുള്ള നമ്മുടെ ഇതുപോലുള്ള നിഷ് സ്പേസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് മേളിലും ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ലൈറ്റ്സിനുള്ള പ്രൊവിഷനെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയൊരു ലിവിങ് സ്പേസ് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്കിത് ഇങ്ങനെ ഒരു കോമൺ ഏരിയ വരുന്നുണ്ട്. ഇവിടെ വേണമെന്നുണ്ടെങ്കിലും TV വെക്കാവുന്ന രീതിയിൽ അതിൻ്റെ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിവിങ് സ്പേസിലോ നമുക്ക് ഇവിടെയോ TV വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ഒരു പോണ്ട് ചെയ്യാനായിട്ടാണ് പുള്ളി ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആ ഒരു ഐഡിയ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ അടിയിൽ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ കിച്ചൺ സ്പേസ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ സ്പേസ് തന്നെയാണ്. ഈ കിച്ചണിൽ നിന്ന് നമ്മുടെ വർക്ക് ഏരിയയിലേക്കുള്ള ആ ഒരു സ്പേസ് ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ ഈസിലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും സാധിക്കും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ ആയിട്ട് വരുന്നത്. നല്ലൊരു വർക്ക് ഏരിയ സ്പേസും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനുമുണ്ട്. ടോട്ടലായിട്ട് 4 ബെഡ്റൂംസാണ് നമുക്ക് വരുന്നത്. ഈ ഭാഗത്തൊരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം, രണ്ടും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിൻ്റെയൊക്കെ സ്പേസ് നോക്കുകയാണെങ്കിലും നല്ല വലിപ്പത്തിന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ പണി കണ്ടിന്യൂ ചെയ്യാണ്ടായപ്പോൾ ഇവിടെ കിടന്ന് സിമെൻ്റൊക്കെ ഒന്ന് കട്ടയായി കണ്ടോ. അപ്പോൾ നിങ്ങൾക്കിനി ഇതിനകത്തിനി അടുത്ത വർക്ക് വരുന്നത് ബാക്കിയുള്ള ഫ്ലോറിങ്ങിൻ്റെ വർക്ക്, ബാക്കിയുള്ള അങ്ങനെയുള്ള വർക്കുകൾ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പണി പൂർത്തീകരിക്കാവുന്നതാണ്. നമ്മുടെ താഴത്തെ ലിവിങ് സ്പേസിൽ ചെയ്തിരുന്ന പോലെ തന്നെ ഇതുപോലുള്ള പർഗോളാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് നാച്ചുറലായിട്ട് തന്നെ വരുന്നത്. ഇവിടെ നോക്കിയാൽ വലിയ ജനലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ടാവും. മേളത്തേലേക്ക് കയറുമ്പോഴത്തേക്കും നമുക്ക് 2 ബെഡ്റൂം തന്നെയാണ്. ഇതൊരു ബെഡ്റൂം, ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്ത ബെഡ്റൂം വരും. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇങ്ങനെ ടോട്ടലായിട്ട് 4 ബെഡ്റൂംസാണ് നമുക്ക് ഈ വീടിന് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു കോമൺ ഏരിയയിൽ നിന്ന് തന്നെ നമ്മുടെ ബാൽക്കണിയിലേക്ക് ആക്സസ് വരും. ഇത് വലിയൊരു ബാൽക്കണി സ്പേസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതും ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ക്വാളിറ്റിയിൽ ഒരുവിധ കോംപ്രമൈസും ഉണ്ടാവില്ല. കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വന്ന് വീട് കണ്ട് ബാക്കി കാര്യങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിക്കാം. ഇനി നമുക്ക് ടെറസിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് നമുക്ക് ആക്സസ് ചെയ്യാം. അതായത് ഇവിടെ ഒരു കവേർഡ് ആയിട്ടുള്ള സ്പേസ് കിട്ടും കേട്ടോ. അപ്പോൾ അതിനെ നമുക്കൊന്ന് ഗ്ലാസ് ഒക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ഒരു ജിമ്മായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം.
നല്ലൊരു ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് പണി പൂർണ്ണമായിട്ടും ഫിനിഷ് ആയിട്ടില്ല. ആ രീതിയിലാണ് ലേ ഔട്ട് വരുന്നത്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്. ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില 58 ലക്ഷം രൂപയാണ്. ടോട്ടലായിട്ട് 6.25 സെൻറ്റ് സ്ഥലത്ത് നമുക്കിതുപോലെ വലിയൊരു വീടാണ്. 2300 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടാണ്. വീടിന് ചുറ്റുമുള്ള ദൃശ്യങ്ങൾ ഈ രീതിയിലാണ് വരുന്നത്. ഇവിടെയെല്ലാം ഒത്തിരി വീടുകളുള്ള ലൊക്കേഷനാണ്. ഈ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിലും ഫുള്ള് വീടുകളാണ് കേട്ടോ. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസാണ്. ഇവിടെ തുണി നനയ്ക്കാനുള്ള കല്ല് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ മോസ്റ്റ്ലി ആ ഭാഗത്തോ ഇവിടെ ആയിട്ടോ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്ലഗ് പോയിൻ്റിൻ്റെ പ്രൊവിഷൻസൊക്കെ അവിടെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്ക് എൻട്രി ഉണ്ട്.